മഞ്ജു മദ്യപിക്കാറുണ്ട്? ആക്ച്വലി അറിയില്ല, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ഉണ്ടെന്ന് പറയണല്ലേ? ഉണ്ടെന്ന് തന്നെ പറയണം. മഞ്ജു മദ്യപിക്കാറുണ്ട്? ആക്ച്വലി അറിയില്ല, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ഉണ്ടെന്ന് പറയണല്ലേ? ഉണ്ടെന്ന് തന്നെ പറയണം. വീട്ടിൽ നിന്ന് പോകുന്ന ആ സമയമായപ്പോഴത്തേക്കും മഞ്ജു മദ്യപിക്കുകയായിരുന്നു. അതിന് മുമ്പില്ലായിരുന്നു. വീട്ടിൽ വെച്ച് മദ്യപിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വീട്ടിൽ മദ്യപിച്ച് വന്നിട്ടുണ്ട്. സ്മെല്ല് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്ന് വെച്ചാൽ പലവട്ടം മദ്യപിച്ച് വന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അതറിയാം. ചേട്ടനായിട്ട് സംസാരിച്ചോ? ചേട്ടനോട് അന്ന് സംസാരിച്ചോ? ചേട്ടൻ എന്നിട്ട് എന്ത് പറഞ്ഞു? നോക്കാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ മുമ്പിൽ ചേട്ടനും മഞ്ജുവും തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടില്ല. അപ്പൊ ഭാര്യ മദ്യപിച്ച് വരുന്നതിന് ചേട്ടന് എതിർപ്പൊന്നുമില്ലായിരുന്നു. ചേട്ടൻ്റെ എതിർപ്പ് കാണുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെപ്പറ്റി അത് വെച്ചായിരുന്നു. ചേട്ടൻ മദ്യപിക്കുന്ന ആളല്ലേ? ചേട്ടൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ചേട്ടൻ തൊടാറേ ഇല്ല. ചേട്ടനൊരു 10-13 കൊല്ലമായിട്ടോ അല്ലെങ്കിൽ ഒരു 10 കൂടുതൽ പറഞ്ഞു. 10 വർഷത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ മദ്യപിച്ചിട്ടില്ല. ചേട്ടൻ 10 കൊല്ലമായിട്ട് തൊടാറേ ഇല്ല. അതിനു മുമ്പ് വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ ഫംഗ്ഷനുകളിലോ എന്നുള്ളതല്ലാതെ ചേട്ടൻ മദ്യപിക്കുന്ന ആളല്ല. ഇനി ഒരു 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ തൊടുകയില്ല. അത് ഈ മഞ്ജു മദ്യപാനം തുടങ്ങുന്നത് എങ്ങനെയാണ്? എൻ്റെ ഒരു ധാരണ ഗീതു മോഹൻദാസ് അങ്ങനെയുള്ളൊരു സർക്കിള് ഉള്ള ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അങ്ങനെ മദ്യപാനം തുടങ്ങുന്നതെന്നാണ്. നമ്മള് ആരോപണം പറഞ്ഞിരിക്കുന്നത് ഗീതാ പത്മകുമാറിനെ പറ്റിയാണ്. ഗീതാ പത്മകുമാറിനെ അറിയാം? മീനൂട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ. മീനൂട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നിട്ട് അവർ മീനൂട്ടിയെ ഡാൻസ് പഠിപ്പിച്ചോ? ഇല്ല, 2 മാസം കഴിഞ്ഞപ്പോ പിന്നെ മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിക്കുകയാണ്. അതെന്താ പിന്നെ പുള്ളിക്ക് എന്താ പറയണ്ടേ, വിശേഷിപ്പിക്കേണ്ട എന്താണ്? മഞ്ജു ഏടത്തിയമ്മ എന്നാണോ മഞ്ജുവാരെന്നാണോ പുള്ളിക്കാരത്തി? വിളിച്ചിരുന്നത് ഏടത്തിയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. എടുത്തിയമ്മ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ പുള്ളിക്കാരി എന്ന് പറയല്ലേ? പുള്ളിക്കാരി എന്ന് പറയണ്ട, മഞ്ജു തന്നെ പേര് പറഞ്ഞാൽ മതി. മഞ്ജു ആണോ അനൂപാണോ പ്രായം കൊണ്ട് പോകുന്നത്? എന്നെക്കാൾ 6 മാസം കുറവായിരിക്കും. അന്ന് എങ്ങനെയായിരുന്നു? അന്ന് എടത്തിന്നായിരുന്നു ഞാൻ വിളിച്ചത്. എടത്തി അമ്മ ഒന്നും വേണ്ട, എടത്തിന്നായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരുന്നത്. എടത്തി അമ്മയെന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്? അല്ല, എടത്തിന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എടത്തി അമ്മ എന്ന് വിളിക്കുന്നത് മഞ്ജുവിന് ഇല്ലായിരുന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുമ്പോ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? മഞ്ജു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലായിടത്തും ഞാൻ സംസാരിക്കുമ്പോൾ മഞ്ജു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളിക്കുമ്പോ ഞാൻ എടത്തിന്ന് വിളിക്കും എന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഗീതാ പത്മകുമാർ അവർക്ക് ചേട്ടന്റെ കുടുംബജീവിതം താഴ്ന്നതിലൊരു പങ്കുണ്ടോ? അവരൊരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുമായിട്ടുള്ള മഞ്ജുവിന് ഒരു സൗഹൃദം വന്നപ്പോഴത്തേക്കിന്
എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മീനൂട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നു. അവർക്ക് വന്നപ്പോൾ മനസ്സിലായി മീനൂട്ടിയെ ഡാൻസ് പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് ഒരു പ്രശസ്തി വരാൻ പറ്റുന്നില്ല. അതേസമയം മഞ്ജുവിന്റെ ടീച്ചറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശസ്തി വരും എന്നുള്ളത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൂട്ടിയെ പഠിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു, മഞ്ജുവിനെ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവര് പിക്ചറിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജുവിനോട് പറഞ്ഞു, എന്താന്ന് വെച്ചാൽ മഞ്ജു സിനിമയെ വിട്ടത് അപകടമായി എന്നൊക്കെ പറഞ്ഞ് ഇത് വെച്ചിരിക്കുന്നതാണ്. മഞ്ജു ഗീതാ പത്മകുമാർ ആണ് ഈ ഡാൻസ് ഒരു നല്ല ബിസിനസ് ആണെന്നും നല്ല വരുമാന മാർഗമാണെന്നും മഞ്ജുവിനൊരു തോന്നലുണ്ടാക്കുന്ന ഒരാളായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരുള്ള പബ്ലിക് ഡാൻസ് പ്രോഗ്രാം ഗീതാ പത്മകുമാറാണ് നടത്തിയതെന്നാണ് നമ്മൾ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഗീതാ പത്മകുമാർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകുമാർ മേനോനും ഗീതാ പത്മകുമാറും കൂടെ ചേർന്നിട്ട് അവര് തമ്മിൽ എന്താന്ന് വെച്ചാൽ അവര് തമ്മിൽ ഒരു അടുപ്പം വന്നു വഹിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീകുമാർ മേനോനാണ് ഈ ഗുരുവായൂർ ഡാൻസ് പ്രോഗ്രാം നടത്തുന്നതിന്റെ ആൾ എന്നുള്ള നിലയിൽ നമ്മളൊന്ന് പറയണം. ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യത്തിലാണ് നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് മഞ്ജുവായിട്ടൊരു ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതൊക്കെ അറിയുന്നത് ഇത് മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ മഞ്ജു ഗുരുവായൂർ ഡാൻസ് പെർഫോമൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിലാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് ചേട്ടനോട് പറഞ്ഞു. ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടനും ഇതറിഞ്ഞിട്ടില്ല. ഞങ്ങളോട് മാത്രമല്ല ചേട്ടനോടും പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ചേട്ടൻ മഞ്ജുവിനോട് സംസാരിച്ചു. അതെവിടെ ഫോൺ വരികയായിരുന്നില്ല, ഫോൺ വരികയായിരുന്നു. ഏത് അവരത് ചോദിച്ചോണ്ട് ഫോൺ വരികയായിരുന്നു എന്നുള്ളതല്ലേ അന്ന് ചേട്ടൻ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാൻസ് പ്രോഗ്രാമിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ഈ കാര്യം ഈ ഗുരുവായൂർ പ്രോഗ്രാമിന്റെ കാര്യം സംസാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പേരില് മഞ്ജുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ജു പറഞ്ഞു എനിക്ക് ഞാൻ ഇത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള നിലയിൽ മഞ്ജു പറഞ്ഞു. ദിലീപ് അപ്പോഴത്തേക്കും അതിന്റെ ആവശ്യം എന്താന്നുള്ള നിലയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇവര് തമ്മിലുള്ള ഒരു അകൽച്ചയായി. ചേട്ടൻ വന്ന മഞ്ജു മൈൻഡ് ചെയ്യത്തില്ല, ഭക്ഷണം കൊടുക്കത്തില്ല. അങ്ങനെ വന്നു കഴിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും മഞ്ജു ചേട്ടന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും മോളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാതെയും. ഈ ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ആള് കല്യാൺ ജുവല്ലേഴ്സിന്റെ ഒക്കെ പരസ്യം ചെയ്യുന്ന ആളായിട്ടാണ് വരുന്നത്. ശ്രീകുമാർ മേനോൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ വെച്ചുകൊണ്ട് പരസ്യ ചിത്രങ്ങൾ എടുത്തു. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആകും എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകുമാർ മേനോൻ അതിന്റെ ഒരു സാമ്പത്തിക വശം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകുമാർ മേനോൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുവായിട്ടാണ് അടുത്തു ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ മഞ്ജുവിന്റെ കാര്യങ്ങൾ, മഞ്ജുവിന്റെ ഏജന്റായിട്ട് മഞ്ജുവിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ശ്രീകുമാർ മേനോൻ. പിന്നെ ശ്രീകുമാർ മേനോൻ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് പെർഫോമൻസിനായിട്ട് ബുക്കിംഗ് എടുത്തു തുടങ്ങി. അതിനായിട്ട് വലിയ കാശ് ഒരുക്കി തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നൊക്കെ ഉള്ള നിലയിലേക്ക് വഹിച്ചിരിക്കുന്നത്. അപ്പം വേറെ ആരും ചോദിക്കുന്നതിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ടുള്ള കാശ് ചോദിച്ചു തുടങ്ങി. അതനുസരിച്ച് ശ്രീകുമാർ മേനോൻ മാർക്കറ്റിംഗ് ചെയ്തു. അപ്പം ആ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും പൈസ വാങ്ങിക്കുന്നത് വന്നത് അതിൻ്റെ അകത്തൊരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിന് മഞ്ജുവിനെ അവർ ശ്രീകുമാർ മേനോൻ വഴി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതേതോ ഒരു അമ്പലമുണ്ട്, കരിക്കം. അതെവിടെയത്? തിരുവനന്തപുരത്തെ കരിക്കം അമ്പലത്തിൽ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മഞ്ജു ഒരു വലിയ തുക പറഞ്ഞു. 10 ലക്ഷം. 10 ലക്ഷം തോന്നുന്നു. അന്ന് മഞ്ജു 10 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് സംസാരിച്ചിട്ട് മഞ്ജു കുറച്ചിട്ടു. അപ്പൊ അവര് ചേട്ടനെ കോണ്ടാക്ട് ചെയ്തിട്ട് ചേട്ടനോട് പറഞ്ഞു കാശ് അത്രയും ഞങ്ങൾക്ക് പറ്റില്ല, അത് വെച്ചിരിക്കുന്നത് കാശ് കുറപ്പിക്കണം എന്നുള്ള നിലയിൽ. അപ്പൊ അത് ചേട്ടൻ മഞ്ജുവിനോട് പറഞ്ഞു.
കാശ് അത്ര നീ ചോദിക്കുന്നതില്ല, ഞാൻ പോകുന്ന അമ്പലമാണ്, നീ അതിൻ്റെ ഇതിനകത്ത് കാശ് കൊടുക്കണം എന്ന് പറയുമ്പോൾ മഞ്ജു പറഞ്ഞു ഞാനാണ് എൻ്റെ കാര്യം കഴിച്ചിരിക്കുന്നത്, ഞാൻ അത്രയും ഇതൊന്നും അത് അവർ തമ്മിലൊരു പ്രശ്നമായതാണ് അത് വെച്ചിരിക്കുന്നത്. ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, ചേട്ടൻ അതിന്റെ കാശ് കുറക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മഞ്ജു അതിന്റെ ഇതിനകത്ത് വിസമ്മതിച്ചു. ഇടപെടണ്ട എന്ന് പറഞ്ഞു. മഞ്ജു അതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. ഞാനത് വെച്ചിരിക്കുന്നു.